Hello dear students, welcome back to classroom. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്ലാസ് പെയിൻറ്റിങ് തന്നെയാണ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് കേട്ടോ. ഇന്നൊരു ഫ്ലവർ ഡിസൈൻ ആണ് ചെയ്യുന്നത്. നമ്മൾ OHP ഷീറ്റ് വെച്ചിട്ടാണ് ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ OHP ഷീറ്റ് വെച്ചിട്ട് ചെയ്ത് പഠിച്ചാൽ മതി. കുറച്ചൊന്ന് ക്ലിയർ ആയതിന് ശേഷം മാത്രം നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അതും തിന്നായിട്ടുള്ള ഗ്ലാസ് വാങ്ങാൻ കിട്ടും. എത്ര MM-ൻ്റെ ആണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ കുറേ മുന്നായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഡിസൈനാണ് ഇവിടെ വരക്കുന്നത് കേട്ടോ. ഈ ഒരു ഡിസൈന് OHP ഷീറ്റിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുമ്പോൾ OHP ഷീറ്റ് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ മുകളിൽ ഇങ്ങനെ കാണും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ലൈനർ വെച്ചിട്ട് വരക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് OHP ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പിക്ചർ ഇടയ്ക്കിടയ്ക്ക് തെന്നി മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ ആ ഒരു പ്രോബ്ലം മാറിക്കിട്ടും. ഞാൻ തന്നെ ഔട്ട്ലൈൻ ഇട്ട് ചെയ്തപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇതിങ്ങനെ തെന്നി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഒരു കളേഴ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ഇടാം കേട്ടോ. ഇത് 3D കോണാണ്, പിന്നെ 3D ഗ്ലിറ്റർ കോണുണ്ട്. അത് വെച്ചിട്ടും നമുക്ക് ഔട്ട്ലൈൻ ഇടാം. പക്ഷേ നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ബോക്സിൽ ഇതുപോലുള്ളൊരു ബ്ലാക്ക് ലൈനറാണ് ഉണ്ടാവുക. ബ്ലാക്ക് ലൈനറിൻ്റെ എന്താ പറയുക, ബ്ലാക്ക് ലൈനർ പകരമായിട്ട് നമുക്ക് ഗോൾഡൻ ലൈനറും അതേപോലെ സിൽവർ ലൈനർ, കോപ്പർ ലൈനറൊക്കെ സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ 3D ലൈനർ വെച്ചിട്ടും നമുക്ക് ചെയ്യാം. 3D ഗ്ലിറ്റർ ലൈനർ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് കേട്ടോ. ഈ 3D ലൈനർ വെച്ചിട്ട് നമുക്ക് ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ എന്താ പറയുക, ഒരുപാട് ഡെക്കറേറ്റീവായിട്ടുള്ള ഡിസൈനർ കുർത്തികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല. അതായത് കട്ട് ബീഡ്സും മറ്റും വെച്ചിട്ടുള്ള ആ ഒരു എഫക്റ്റിൽ നമുക്ക് ഈ 3D കോണും അതേപോലെ 3D ഗ്ലിറ്റർ കോണൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പിക്ചർ വൃത്തിക്ക് തന്നെ വരയ്ക്കുക. പിന്നെ പിക്ചർ ഔട്ട്ലൈൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ ആ ഒരു ഇതിൽ അമർത്തി വെച്ചിട്ട് തന്നെ പിക്ചർ ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൈ അവിടെ അമർത്തിയിട്ട് വച്ച് ചെയ്യുമ്പോഴാണ് നമ്മളെ ലൈൻസൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചിലർ പിക്ചർ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മുടെ കൈ അതിലിങ്ങനെ റൗണ്ട് അടിച്ചും, അതായത് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ലൈൻസിന് ഒരു വിറയലുണ്ടാവും. അതിപ്പോൾ നമ്മൾ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ഉണ്ടാവും. നമ്മൾ പിക്ചർ വരക്കുമ്പോൾ എന്ത് ഡ്രോയിങ് ചെയ്യുകയാണെങ്കിലും പേപ്പറിൽ കൈ അങ്ങനെ അമർത്തി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ബലം പിടിച്ച് വെക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതായത് ചിലർ പെൻസിലുമ്മലേക്കാരം ഇല്ല ബലം മുഴുവൻ, കൈ പേപ്പറിൽ തട്ടിയിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ വരക്കുമ്പോൾ കയ്യിനൊരു വിറക്കലുണ്ടാവും കേട്ടോ. അത് എത്ര വരക്കുന്ന ആൾക്കാരാണെങ്കിലും. അപ്പോൾ നമ്മൾ കൈ അവിടെ റിലാക്സായി വെച്ചതിന് ശേഷം മാത്രമേ ഔട്ട്ലൈൻ ഇടാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് ഇപ്രാവശ്യത്തെ ലൈൻസ് മാറിയിട്ടുണ്ടാകും. കാരണം നമുക്ക് മുമ്പ് ചെയ്തൊരു പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഇതുപോലെ ഒരു വേസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ വേസ്റ്റ് ക്ലോത്ത് അടുത്തായിട്ട് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈനറാണെങ്കിലും ഗ്ലാസ് കളറാണെങ്കിലും ചെയ്തിങ്ങനെ വരുമ്പോൾ അതിൻ്റെ നിബിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ചൊക്കെ പെയിൻറ്റ് സ്പ്രെഡ് ആവാനുണ്ട്. അപ്പോൾ സ്പ്രെഡ് ആവുമ്പോൾ നമ്മൾ വീണ്ടും അത് വരക്കുമ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ വൃത്തികേടായിട്ട് കിടക്കും. അതായത് നമ്മൾ ഇടുന്ന ലൈൻസ് പോലെ ആവില്ല, ആ ഒരു തിക്നെസ്സിലൊന്നും വരില്ല. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവിടെ വൃത്തികേടാവുന്ന സമയത്ത് വേസ്റ്റ് ക്ലോത്ത് കൊണ്ടോ പേപ്പർ കൊണ്ടോ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ലൈൻസ് കറക്റ്റ് വൃത്തിയിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതായത് മെഹന്തി കോൺ നമ്മൾ ക്ലീൻ ചെയ്യൂലേ, അതുപോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ലൈനറിന് പകരമായിട്ട് സിൽവർ ലൈനർ, അതേപോലെ കോപ്പർ ലൈനർ, ഗോൾഡൻ ലൈനറൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും. ഇപ്പം എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ 3 ലൈനേഴ്സും ഇല്ല. അതിനകത്ത് ഗോൾഡൻ ലൈനറാണ് ഉണ്ടായിരുന്നത്, സിൽവർ ലൈനറും. അത് ഞാൻ നോക്കുമ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മളിത് കുറേ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അത് ഡ്രൈ ആയി പോവും. പിന്നെ നമ്മൾ എപ്പോഴും ഇത്തരം ഔട്ട്ലൈൻസും പെയിൻറ്റൊക്കെ ചെയ്യുമ്പോൾ ഈ ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ മെറ്റീരിയൽസ് എപ്പോഴും വർക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ മൂടി വെക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്കൂളിൽ ഇതുപോലെ ഒരു എന്താ പറയുക ക്യാമ്പ് നടത്തിയിരുന്ന സമയത്ത് കുട്ടികൾക്ക് ഗ്ലാസ് പെയിൻറ്റിങ്ങിന് മെത്തേഡ് പഠിപ്പിച്ചു കൊടുത്തു. അതിൽ ചെറിയ കുട്ടികളാണ്. അത് നന്നായിട്ട് ചെയ്തു കേട്ടോ. നമ്മൾ പറഞ്ഞ അതിലേറെ ഉഷാറാക്കി അവർ ചെയ്തു. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ആ ബോക്സിലുള്ള കളേഴ്സ് മൊത്തവും
ഡ്രൈ ആയിട്ടുണ്ട് ചില കുട്ടികളുടെയൊക്കെ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാണ്, അത് മാറ്റി കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് പാരൻസ് വിളിക്കൽ തുടങ്ങി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളല്ലേ, അവർ ഇതൊക്കെ എന്താ പറയുക മൂടി അടപ്പിടാതെ അങ്ങനെ വെച്ചു. അപ്പോൾ അത് എന്തായാലും അത് ഡ്രൈ ആവും. ചെറിയൊരു ഗ്ലൂ എഫക്റ്റ് ഉള്ള പെയിൻ്റ് ആണല്ലോ നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിങ്. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളെ വർക്ക് കഴിഞ്ഞ് ഉടനെ അത് മൂടിയിട്ട് വെക്കുക കേട്ടോ. പിന്നെ ഈ ഗ്ലാസ് പെയിൻറ്റിങ് ഗ്ലാസ്സുമേലോ അതേപോലെ OHP ഷീറ്റുമേലോ മാത്രമല്ല കേട്ടോ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനും അങ്ങനെ പല യൂസ് ഉണ്ട് ഈ സംഭവത്തിന് കേട്ടോ. നമ്മുടെ ഔട്ട്ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് മൂടി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡിസൈൻ ഉണ്ട്. എൻ്റെ കയ്യുമ്മലൊക്കെ ആകെ ബ്ലാക്ക് ലെയറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒന്ന് വരുതി കൊടുത്താൽ കയ്യുമ്മത്തെ ആ ഒരു പെയിൻറ്റൊക്കെ പോകുന്നു കിട്ടും. പക്ഷേ OHP ഷീറ്റുമ്മലായാൽ അത് ഉണങ്ങുന്നതിന് മുന്നേ പെട്ടെന്ന് തുടച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ എന്താ പറയുക സ്പ്രെഡായാൽ അത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം OHP ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് എഫക്റ്റ് ഷീറ്റാണ്. അപ്പോൾ ഗ്ലാസ്സുമ്മലൊക്കെയാണ് ബ്ലാക്ക് ലൈനറും മറ്റ് പെയിൻറ്റൊക്കെ ഒട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലേഡ് വെച്ചിട്ടൊന്ന് വരുതി കൊടുത്താൽ പെട്ടെന്ന് കിട്ടും. പക്ഷേ OHP ഷീറ്റുമ്മൽ അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത് 3D ഗ്ലിറ്റർ പെയിൻറ്റ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് ബ്ലാക്ക് ലൈനറും കളറും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ബ്ലാക്ക് ലൈനർ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഔട്ട്ലൈൻ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കളറ് ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ ഇട്ടിട്ടുള്ളതും അതേപോലെ 3D ലൈനറും നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കളറ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കളറ് ചെയ്യുമ്പോൾ എല്ലാ കളേഴ്സും കൂടി മിക്സ് ആകും. അതായത് ഔട്ട്ലൈനിൽ ആ ബ്ലാക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. നന്നായിട്ട് ഉണങ്ങട്ടെ നമ്മൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് സോൾവെൻറ്റ് ബേസ്ഡ് ഗ്ലാസ് കളറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബോക്സിൽ 10-12 കളേഴ്സ് ഉണ്ട്. നല്ല കളറാണ്. നമ്മുടെ ബോട്ടിലിൽ കിട്ടുന്ന അതായത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കളറാണല്ലോ നമ്മൾ സാധാരണ ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്യണത്, അതായത് കുപ്പി കൊണ്ട് തന്നെ ചെയ്യുന്ന. അപ്പോൾ അതിനേക്കാളും ലൈറ്റായിട്ടാണ്, നല്ല ബ്രൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാൻ നോക്കുമ്പോൾ മറ്റുള്ള ബോട്ടിലെ കളേഴ്സ് മൊത്തം ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നല്ല ബ്രൈറ്റ് കളേഴ്സാണ് കേട്ടോ.
കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടയിൽ എയർ ബബിൾസ് കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിംഗർ ടിപ്സ് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയുക ലൈനറിൻ്റെ ഷാർപ്പായ ഭാഗം കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താലൊക്കെ ആ എയർ ബബിൾസ് പോയി കിട്ടും. അല്ലെങ്കിൽ ബ്രഷോ മറ്റു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ എയർ ബബിൾസ് പോയി കിട്ടും കേട്ടോ. നമ്മൾ ഈ ഒരു ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, അതിൽ യെല്ലോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലൊരു വേസ്റ്റ് ക്ലോത്തോ അല്ലെങ്കിൽ പേപ്പറോ യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെയിൻറ്റിൻ്റെ ആ ഒരു ബോട്ടിൻ്റെ അറ്റത്ത് എപ്പോഴും പെയിൻറ്റ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ട് വെക്കും. അതൊന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ OHP ഷീറ്റിൻ്റെ താഴ്ഭാഗത്തൊരു പേപ്പർ ഉണ്ടാവും, അതാണ് ഞാൻ വേസ്റ്റ് ക്ലോത്തായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ചെറി റെഡ് എന്ന് പറയുന്ന നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡാണ് കേട്ടോ. നമുക്കിത് കംപ്ലീറ്റ് ആക്കി ചെയ്തെടുക്കാം. ഇത് ഔട്ട്ലൈന് കംപ്ലീറ്റ് ആവാതെ ഒരു പെയിൻറ്റും ഔട്ട്ലൈന് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാതെ പെയിൻറ്റ് ഫില്ല് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഫ്രെയിം ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അതിന് നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ആക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് മൂടി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പെയിൻ്റ് എല്ലാം ഡ്രൈ ആയിട്ട് പോകും. പിന്നെ ഈ ഗ്ലാസ് പെയിൻറ്റിങ് എന്ന് കുറേ കാലം സൂക്ഷിച്ച് വെക്കരുത് കേട്ടോ. അത് നിങ്ങൾ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ഡ്രൈ ആയി പോവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഫ്രെയിം ചെയ്യുന്നതും ആ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ.